ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലോഗ് വെച്ചാൽ ഓണം പരിപാടിയുണ്ട്. ഞങ്ങളങ്ങനെ അംഗൻവാടി ഇല്ലന്തോടി അംഗൻവാടിക്ക് പരിപാടിക്ക് വേണ്ടി പോവാണ്. അവിടുത്തെ പാലം ഭയങ്കര ശോധനമായ ഗൈസ്, ഭയങ്കര വിഷമായി. ഈ പാലം കണ്ടിട്ട് കുറേ വർഷങ്ങളായി. ഇന്ന് പാലം ശരി പണിയുന്നുണ്ട്, നാളെ പണിയുന്നുണ്ട്. ഇത്ര വർഷങ്ങളായിട്ട് നടന്നില്ല. ഒരുപാട് കുട്ടികൾ ഇന്നത്തെ കയറി ഇറങ്ങി കാണുമ്പോൾ സങ്കടം. രാവിലെ 7:45 ബസ്സിന് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. ആ വലിയ മഴ വരുമ്പോൾ എങ്ങനെ പോകുന്നില്ല, വന്നാതെ കൗങ്ങിൻ പാല ഇങ്ങനെ തെന്നി നിൽക്കുന്ന ആ പിള്ളേരൊക്കെ അപ്പോൾ സമ്മതിക്കണം. എത്രയും പെട്ടെന്ന് അധികൃതർ ആ പാലം ഒന്ന് ശരിയാക്കി കൊടുക്കട്ടെ. നല്ലവരായ നാട്ടുകാരെല്ലാം ചേർന്നിട്ട് വേഗം കൊടുക്കും. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിലെത്തി. ഇല്ലന്തോടി അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടു, നല്ല മനോഹരമായിട്ട്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വാർഡ് മെമ്പർ കൂടെ ദീപം തെളിച്ച് ഞങ്ങളെ പരിപാടി അങ്ങനെ ഗംഭീരമാക്കിയത്. പിള്ളേരെ മനോഹരമായിരുന്നു. കസാരക്കളി ഒരുപാട് നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം പോകാൻ മടിയായിരുന്നു, പക്ഷെ പോകണോ വേണ്ട, രാവിലെ നല്ലൊരു മഴക്കാരായിട്ട് മടിയായിരുന്നു. എന്നാലും മടിയായി വീട്ടിലിരുന്ന് നല്ലൊരു ചാൻസ് മിസ്സാക്കിയ. അതുവരെ കുഞ്ഞി പിള്ളേർക്ക് ചെറുപയർ എണ്ണ എടുക്കുന്ന പരിപാടിയായിരുന്നു. നല്ല പിള്ളേരൊക്കെ നല്ലോണം കുഞ്ഞി പിള്ളേരൊക്കെ നല്ലോണം കളിച്ച്. കന്നഡത്തിൽ പറയും കപ്പയോട്ടോ, മലയാളത്തിൽ തവളക്കളിയായിരുന്നു. പിള്ളേരൊക്കെ നല്ല മുത്തുമണികളൊക്കെ നല്ല സൂപ്പറായിട്ട് കളിച്ചെടുത്തു ഗൈസ്. ഭയങ്കര ഭാരം പിള്ളേർ. എന്നിട്ട് എല്ലാവർക്കും, വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും നല്ല കളിയുണ്ടായിരുന്നു. പിന്നെ അതുപോലത്തെ ഭയങ്കര ഒരു വൈബായി. പോയില്ലെങ്കിൽ ഇതുപോലത്തെ ചാൻസ് ഒരിക്കലും കിട്ടുന്നില്ല. അതുപോലത്തെ വൈബായിരുന്നു. ഞങ്ങളെ മുൻ മെമ്പർ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ പിള്ളേരെ ചെറുനാരങ്ങയുടെ കളി എല്ലാവരും നല്ല സൂപ്പർ വൈബായിരുന്നു. കാണേണ്ടിയായിരുന്നു. ഇതാണ് ലിംബച്ചമ്മച്ചെന്ന് പറയും. അങ്ങനെ 1.5 കാലിൽ ഓട്ടങ്ങളുണ്ട്. അതിലങ്ങനെ കിടിലൻ മത്സരം. നല്ല പിള്ളേരായിരുന്നു, പക്ഷെ നല്ല ഇതായിരുന്നു. മഴ ഒന്നും ഇല്ലായിരുന്നു. നല്ല കളി, നല്ല ആൾക്കാരുടെ സഹകരണം, നാട്ടിലുള്ള നാട്ടുകാരൊക്കെ നല്ലൊരു സഹകരണമായിരുന്നു. ഈ വർഷത്തെ ഏറ്റവും പൂക്കൾ മത്സരത്തിൽ, ഓണം മത്സരം ആദ്യമായിട്ട് ഈ അംഗൻവാടിയിൽ ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയ പരിപാടിയൊന്നും ഉണ്ടായില്ല. ഈ പ്രാവശ്യത്താണ് നല്ല അടിപൊളി പരിപാടി. പാസിംഗ് ബോൾ കളി ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റിൽ ഒരു കുഞ്ഞുമണി കുട്ടിയാണ് ജയിച്ചിരുന്ന കളിയെ. പിന്നെ സദ്യ ഉണ്ടായിരുന്നു, സൂപ്പർ സദ്യ ആയിരുന്നു. 10-25 വിഭവങ്ങളായിരുന്നു. എല്ലാ വീട്ടിൽ നിന്ന് അമ്മമാരെല്ലാം രാവിലെ നേരത്തെ ഏറ്റിട്ട് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് എല്ലാത്തിനും നല്ല ടേസ്റ്റായിരുന്നു. അടിപൊളിയായിട്ട് കഴിച്ചു. ഗോളിക ഉണ്ടായിരുന്നു, പായസം എല്ലാം കൂട്ടി നല്ലൊരു പിടി പിടിച്ച് നല്ല സൂപ്പറാണ് ഗൈസ്. അങ്ങനെ അംഗൻവാടിയിൽ സദ്യയായിരുന്നു, നല്ല സൂപ്പർ സദ്യയായിരുന്നു. അംഗൻവാടി ഹെൽപ്പറും ടീച്ചർമാർക്കും എല്ലാവരോടും പ്രത്യേക ഒരു നന്ദി പറഞ്ഞു. ഇത്രയും അവിടെ നടക്കിയിരുന്ന ഞെണ്ണത് ഞാനാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് വടംവലി ഉണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര മത്സരമായിരുന്നു. 4 ടീമുണ്ടായിരുന്നു. പക്ഷേ 2 ടീമും ഇതൊക്കെ എന്നാലും വിട്ടുകൊടുത്തില്ല ഗൈസ്. എന്നാൽ സെക്കൻഡ് പ്രൈസ് മേടിച്ച ഗൈസ്. ഭയങ്കര ഫസ്റ്റ് ടീമിൻ്റെ എതിർ ടീമിൻ്റെ അംഗങ്ങൾ ഭയങ്കര കറുത്തരായിരുന്നു ഗൈസ്. എന്നാൽ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് വിട്ടുപോയി ഗൈസ്, കൈവിട്ടുപോയി. അങ്ങനെ സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിരുന്നു, കാണേണ്ട വൈബായിരുന്നു. പക്ഷെ മഴ ഒന്നുമില്ലായിരുന്നു. നല്ല ഒരാൾ വീഴും ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എഡിറ്റ് ആക്കുമ്പോഴാണ് കാണാൻ പറ്റുന്നുണ്ട്. പാവ അന്നേരം വീണതാറും തരത്തിൽ ഇപ്പോഴാണ് അറിയാൻ പറ്റി. അതുപോലെ സുന്ദരിക്ക് പൊട്ടു തൊടാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് ഗൈസ്. പോയി എവിടെയൊക്കെ പോയി അറിയത്തില്ല. ഇപ്പോഴാണ് എല്ലാം കാണാൻ പറ്റുന്നത്, എന്തൊക്കെ ചെയ്തു വെച്ചെന്ന്. അവസാനം എവിടെല്ലാം കയറി അവസാനം എങ്ങാണ്ട് മൂക്കിലോ കാതിലെങ്ങാണ്ട് പൊട്ടു കുത്തി ഇങ്ങനെ പോന്നു ഗൈസ്. അങ്ങനെ സുന്ദരി അടുത്ത് എത്തി. പിന്നെ കണ്ണ് കാണുന്നില്ല, പക്ഷെ തപ്പിത്തടഞ്ഞ് എവിടേക്കോ ഒരു പൊട്ടു കുത്തി. പിന്നീടാണ് ഇത് ഞങ്ങളെ മെമ്പറായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. ആരെയും കുറ്റം പറയാം, എല്ലാം സൂപ്പറായിട്ട് ഒന്നിന് മികച്ചായിരുന്നു. നല്ല ഇതായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പോയിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടേ ഇതുപോലത്തെ വൈബ്. അതുപോലത്തെ കുഞ്ഞിപ്പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. ഡാൻസ് എല്ലാം കഴിഞ്ഞ് വീട്ടിനകത്ത് കയറില്ല ഗൈസ്. പുറത്തന്നെ ഇരുന്ന് എൻ്റെ ഫ്രൈസ് കാണിക്കാൻ വേണ്ടി പുറത്തന്നെ ഇരുന്ന് എനിക്ക് സന്തോഷമായി. എൻ്റെ ചാനൽ പുതിയ സബ്സ്ക്രൈബർ അവിടെ ഒരുപാട് സബ്സ്ക്രൈബർ കിട്ടി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുന്ന